കുഴപ്പമില്ല, ആവറേജ് നല്ല പടം. എങ്ങനെയുണ്ട് പടം? ഒരു ത്രില്ലിംഗ് ആവറേജാണ്, കണ്ടോണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ട നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇഷ്ടപ്പെട്ട എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നല്ലൊരു സ്റ്റോറി, നല്ലൊരു പ്രത്യേകതര ഒരു കഥയാണ്. നല്ലൊരു പുതിയൊരു അനുഭവമാണത്. നല്ല രസമുണ്ട്. അവസാനം വരെ എന്താണെന്ന് മനുഷ്യനെ ആളുകളെ പിടിച്ചിരുത്തുന്ന നല്ലൊരു കഥയാണ്. കൊള്ളാം. അത് വളരെ ഇതുണ്ട്. അവസാനം വരെ നല്ല ത്രില്ലായിട്ടുണ്ട്. ഓക്കെ, നല്ല പടം. കൊടുത്ത പൈസയ്ക്ക് മുതലാവും. ഓക്കെ, അത് കൊള്ളാം. നല്ല യഥാർത്ഥ പോലെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. എല്ലാ യഥാർത്ഥ പോലീസ് ഓഫീസറുടെ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അടുത്തിടെ ഇറങ്ങിയതിൽ വെച്ച് നല്ലൊരു ത്രില്ലർ പടം. നല്ലതാണ്. ക്രൈം നല്ല കേസാണ്, നല്ല ക്രൈം കേസാണ്. ഒരു കൊലപാതകം ഇങ്ങനെ തെളിയിക്കപ്പെടാമെന്നുള്ളതിൻ്റെ പ്രധാന സൂചനയാണ് ഇതിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മൾ കുറ്റവാളികളെ ഏതെന്നും നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല, മറ്റൊരാളെയാണ് നമ്മളിൽ കാണപ്പെടുന്നത്. ഒന്നര വേറെ ആളായിട്ട് നമ്മളെ കാണണം ഒരു കൊലപാതകം എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സൂചനയാണ്. നല്ല ഫിലിമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഫിലിം നല്ലതായിരുന്നു. ത്രില്ലർ, സസ്പെൻസ് ത്രില്ലറാണ്. പേര് പോലെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല സസ്പെൻസ് ആയിട്ട്. കുഴപ്പമില്ല, കാണാൻ പ്രശ്നമില്ല. പിന്നെ നല്ല ഡയറക്ഷൻ ബെസ്റ്റ്. നല്ലൊരു പുതിയ ആൾക്കാരാണ്. അത് ഒരു പഴക്കം ചെന്ന ഡയറക്ടറുടെ ഒരു ഫീലിംഗാണ് നമുക്ക്. നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനും കുറേ ഒരുപാട് പുതുമകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അവർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു എൻഡിങ് ആണ്. സസ്പെൻസ് കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ത്രില്ലടിപ്പിച്ച് നമ്മളങ്ങ് ഇരിക്കില്ലെങ്കിലും പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു രസം തോന്നും. ആക്ഷൻ ത്രില്ലറായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും കൊലയാളി ആരാണെന്ന് ചില മൂവീസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരായിരിക്കും എന്നൊരു ഊഹം കാണും. പക്ഷേ ഇതിൽ എനിക്കങ്ങനെ തോന്നിയില്ല. ലാസ്റ്റാണ് മനസ്സിലായത്. പുതുമുഖ താരങ്ങളെല്ലാം അടിപൊളിയായിരുന്നു.